ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് മഹാഭാരതം സിനിമ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചാൽ അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്ന സൂപ്പർ താരങ്ങൾ ഏതൊക്കെ കഥാപാത്രം ചെയ്യും, ഇതിൻ്റെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് TS നരേറ്റീവ്സ് എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആയിരുന്നു. അതേ ചാനലിൽ മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഒന്നും കൂടി വിപുലീകരിച്ചിട്ടുള്ള വീഡിയോ. സംഭവം മൊത്തത്തിൽ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അയച്ചു തന്ന ആൾക്കാർ പറഞ്ഞത്. മാറ്റം വന്നിട്ടുണ്ട്, ഒരുപാട് കാസ്റ്റിംഗിലും ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ കേട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരൊറ്റ നോട്ടേ ഉള്ളൂ. ആരിലേക്കാന്നറിയോ? ആരിലേക്കാ? കർണൻ. അതായത് ഇതിന്റെ ഫസ്റ്റ് വീഡിയോയില് കർണൻ ഉണ്ടായിരുന്നില്ല. ഈ കൽക്കി റിലീസ് കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് കുറച്ച് ഇത് കൂടുതലാണ്, ആരായിരിക്കും എന്നുള്ളതിന്. അപ്പം നോക്കാം കാണാം. യെസ്. മഹാഭാരതം പള്ളിപ്പെരുന്നാൾ പോലെ തെലുങ്കുണ്ടല്ലോ. വേദവ്യാസ, സഞ്ജയ് ദത്ത്, കൊള്ളാട്ടോ. ഭീഷ്മരായിട്ടാണ്. ചിരഞ്ജീവിയോ? ഓക്കേ, എന്താ ഫോട്ടോസ് ഒക്കെ വർക്ക് വേറെ ലെവൽ. ചിരഞ്ജീവി തകർക്കും. ദ്രോണാചാര്യ ആരാണ്? രജനികാന്ത്. അമ്മേ, പൊളി. ധൃതരാഷ്ട്ര. ഇതൊക്കെ പഴയ അതേ കാസ്റ്റിംഗ് ഉണ്ട് അല്ലേ? എന്തൊരു പ്രൗഢിയാണ് ഈ ഫോട്ടോസ്. കഥ ഞാനാണ് സെറ്റ് പോലെ. എന്താ അടിപൊളിയായിട്ട്. പാണ്ഡുരാജ്. പഴയതാണെങ്കിൽ ലാലേട്ടൻ. പഴയതാണെങ്കിൽ ലാലേട്ടൻ. ഫോട്ടോ അടിപൊളിയായിട്ട്. വെങ്കടേഷ്. പൊളിപ്പിട്ടോ. ശരിക്കും വെങ്കടേഷ് ഒക്കെ ഒരു ഇങ്ങനത്തെ ഒരു ഐറ്റത്തിനുള്ള ആളുണ്ട്. ദൃഷ്ടി. സൂര്യ. കൊള്ളാട്ടോ. മോനെ എജ്ജാതി ഫോട്ടോസ്. ഗാന്ധാരി. ആരാണ് ഗാന്ധാരി? പൊളി. ഷൗകിനി. ആസിഫ് അലി. സെയ്ഫ് അലി. അജിത്തിന്റെ അല്ലേ കാണിച്ചത്? ഇപ്പുറത്ത് അത് യശിന്റെ കൂടെയാണ്. കുന്തി. കറക്റ്റ്. ഇതിന് മുൻപ് കൊടുത്ത അതേ വീഡിയോയിലുള്ള അതേപോലെ തന്നെയാണ് ഏതാണ്ട് കാര്യങ്ങൾ. കൊള്ളാട്ടോ. ലാലേട്ടനും കൂടെ. അതെ. ബലരാമൻ. ആരാണ്? റാണാ ഭഗവതി. ഫോട്ടോസ്. ബലരാമ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയല്ലോ. അതെ. കൃഷ്ണന്റെ ചേട്ടനാണ്. അതെ. രാമൻ. യുധിഷ്ഠിര. ആരാണ്? അജിത്ത്. ഇത് സെയിമാ. അതെ, ടീം തന്നെയാണ് കേട്ടോ. ഇതിൽ മാറ്റം വരുത്തിയത് എവിടെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്ന് രണ്ട് പേരെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ദുശാസനാരാണ്? ആയുഷ്മാൻ ഖുറാന. അത് കറക്റ്റ് ആയിട്ടോ. ഇത് ആഡ് ചെയ്തതാണ് അല്ലേ? ഇത് ആഡ് ചെയ്ത വെങ്കടേഷ് ആഡ് ചെയ്തതാണ്. വെങ്കടേഷ് ആഡ് ചെയ്താണ്. പിന്നെ ബലരാമനും.
അതെ. പിന്നെ സൂര്യ, ദുര്യോധനൻ, കൊടൂരം. വർക്കും കൊണ്ടൊരു രക്ഷല്ല. യശിന്റെ മുമ്പിലൊക്കെ പിടിച്ചു വെക്കണെങ്കിലേ ഭീമ. ഭീമൻ ആരാണ്? വരട്ടെ. മറ്റല്ലോ ആനപ്പുറത്തൊക്കെ ഇരിക്കണമെങ്കിൽ ആ ഒരു കൃഷ്ണ, മഹേഷ് ബാബു ഉറപ്പല്ലേ? അപ്പൊ അർജുനൻ നകുലൻ. ആരാണ് നകുലൻ? നകുലന് ഷാഹിദ് കപൂർ അന്ന് കൊടുത്തതാ തന്നെ. നകുലനായിരുന്നു അല്ലെ? വിദ്യുത് ജമാൽ അല്ലല്ലോ? വിദ്യുത് ജമാല് അടുത്ത സഹദേവനായിരുന്നു തോന്നുന്നു അല്ലേ? ആരോ ഒരാളുണ്ട്, വിദ്യുത് ജമാലുണ്ട്, സഹദേവൻ. ശിവകാർത്തികേയൻ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആണല്ലേ? അപ്പൊ വിദ്യുത് ജമാൽ ആരാണ്? വേറെ ഏതെങ്കിലും മീഡിയാണോ? ശരിയാ, 2-3 റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്? ഒരു അർജുന, രാംചരൺ ഉറപ്പല്ലേ? ഇത് സെയിം സാധനം കേട്ടോ, അവര് അന്ന് ചെയ്ത സാധനം തന്നെ. ആരാണ് കർണൻ? സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ലാട്ടോ. അപ്പൊ നായകൻ ഹൃതിക് കർണൻ. ഈ ഫോട്ടോ പരശുരാമൻ. ആരാണ്? പവൻ കല്യാൺ. പരശുരാമൻ കൊണ്ടേ അതെ സ്റ്റാർ വാല്യൂ വെച്ചിട്ട് എവിടെ അല്ലേ? സത്യം. പവൻ കല്യാൺ. പവൻ കല്യാൺ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. സഞ്ജയൻ ആരാണ്? ശിവരാജ് കുമാർ. അത് നൈസായിട്ടോ. സഞ്ജയൻ. ദ്രൗപദി ആരാണാവോ? അനുഷ്ക. അത് പൊളിച്ച്. അത് പൊളി. ആലിയ ഭട്ടിനെ മാറ്റിയപ്പോ പക്കയായി. മറ്റത് ഒരു പവർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അനുഷ്ക. ഇതിലാണ് ഒരു ചേഞ്ച് വരുത്തി കേട്ടോ അവര്. അശ്വതാത്മ. ആരാണ്? വിക്രം. അടിപൊളി. മോനെ അതൊക്കെ ആ കയ്യില് ഭദ്ര. അതെ. അഭിമന്യു. റോഷൻ. റോഷൻ. സൂര്യ. അപ്പൊ ഡബിളോ? സൂര്യ ഡബിൾ ആണല്ലോ സൂര്യ. ഓ വിരല് മുറിച്ച് വരുൺ തേജ്. ഭീമന്റെ മകനല്ലേ? രാക്ഷസ3 ഇതൊരു ഭീകരത അതിനകത്ത് കാണാണ്ട്. സബ്സ്ക്രൈബ്ഡ്. എന്താണെങ്കിലും പഴയതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളാണ് എക്സ്ട്രാ കയറ്റിയിരിക്കുകയാണ്. പുതിയ താരങ്ങളെ കയറ്റി. പുതിയ കഥാപാത്രങ്ങൾ. അതിനകത്ത് സൂര്യന്റെ ഡബിള്. സൂര്യനെ ഡബിൾ ആയിട്ട് ഹൃതിക് റോഷനും കയറ്റിയിട്ടുണ്ട്. വെങ്കടേഷ്. അതിന്റെ അത്ര വേറെ ഒരു സംഭവം ഇല്ല എനിക്ക്. പിന്നെ ഭീമൻ. അതൊക്കെ പിന്നെ കറക്റ്റ് ആണ്. അതെ, ഭീമനായിട്ട് പ്രഭാസൊക്കെ വരുമ്പോഴേ കാരണം അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ആരെ കൊണ്ടുവരും എന്നിങ്ങനെ ചിന്തിക്കാറ്. ഹൃതിക് റോഷൻ അല്ലാണ്ട് ആര്? അതായത് അശ്വന്താത്മി ഹൃതിക് റോഷനും, അതായത് വിക്രവും ഹൃതിക് റോഷനും. ഇതൊക്കെ സിനിമയായിട്ട് ഇങ്ങനെ
ഇതേ കാസ്റ്റിങ്ങിലൊക്കെ സിനിമയായിട്ട് ഇങ്ങനെ വരുന്ന ചിന്തിച്ചു നോക്കിയേ. അമ്പോ ഒരു രക്ഷ ഉണ്ടാവില്ല. എന്താണെങ്കിലും കിട്ടില്ല വീഡിയോ കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇവരുടെ ചാനൽ കയറുകയാണെങ്കിൽ 14 മിനിറ്റോളം ഉണ്ട് അല്ലെ വീഡിയോ. 14 മിനിറ്റോളം ഉണ്ട്, കയറി കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം.